Hi everyone, Socio Plus-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ആൻഡ് ഇക്കണോമിക് പ്ലാനിംഗ് എന്ന യൂണിറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണോ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ഭാഗം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അതായത് വികേന്ദ്രീകൃത ആസൂത്രണം എന്നൊക്കെ പറയാം. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, സെൻട്രലൈസേഷനും സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഒക്കെ ഒരു പക്ഷേ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. കേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയാം സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്. ഇവിടെ നമ്മൾ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ്, വികേന്ദ്രീകൃത ആസൂത്രണം. ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ 5 year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളാണ്. ഓരോരോ പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ ടൈം പീരീഡും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഈ 9th 5 year പ്ലാൻ, 9ാമത്തെ പഞ്ചവത്സര പദ്ധതി, 9th 5 year പ്ലാൻ. ആ 9th 5 year പ്ലാനിൻ്റെ പീരീഡ് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 9th 5 year പ്ലാനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നാണ്, അല്ലെ? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ 9ാമത്തെ 5 year പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? റൂറൽ ഡെവലപ്മെന്റ് അഥവാ ഗ്രാമീണ വികസനം, കൂട്ടത്തിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, വികേന്ദ്രീകൃത ആസൂത്രണം. ആ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ് നമ്മൾ ഇന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, ഒരിക്കൽ കൂടി മലയാളം പറയാം, വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഒരു കൊളാഷ് നമുക്ക് കാണാൻ പറ്റും. ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദി കൊളാഷ്, വാട്ട് ആർ മെൻഷൻഡ് ഇൻ ഇറ്റ്. ഈ ഒരു കൊളാഷ് ശ്രദ്ധിച്ചിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് താഴെ തന്നെ പോയിന്റ്സ് പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും ആ കൊളാഷ് നമുക്കൊന്ന് നോക്കാം. പാർലമെന്റ് പാസ്ഡ് ദി പഞ്ചായത്തി രാജ് ആക്ട്. ഒന്നാമതായിട്ട് പറയുന്നു പഞ്ചായത്തി രാജ് ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി. 2, 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം കെയിം ഇൻ ടു ബീയിങ്. 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം കെയിം ഇൻ ടു ബീയിങ്, അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇതാണ് 3-tier സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വന്നു. ആൻഡ് ദി 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് കെയിം ഇൻ ടു ഫോഴ്സ്. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് കെയിം ഇൻ ടു ഫോഴ്സ്, അതായത് 73, 74 ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നു. ഓക്കെ, ഭരണഘടനയിൽ പിന്നെ കാലത്തിനനുസരിച്ച് ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നു. അതേപോലെ ലാസ്റ്റ് വൺ, ലോക്കൽ ഡെവലപ്മെന്റ് ത്രൂ ഗ്രാമസഭാസ്. ലോക്കൽ ഡെവലപ്മെന്റ് ത്രൂ ഗ്രാമസഭാസ്, അതായത് ഗ്രാമസഭകളിലൂടെയുള്ള പ്രാദേശിക വികസനം, അല്ലെങ്കിൽ പ്രാദേശിക വികസനം ഗ്രാമസഭകളിലൂടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കൊളാഷിൽ കാണുന്നത്, അല്ലേ? സോ ആ കാര്യങ്ങൾ തന്നെ ഇവിടെ പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കൊളാഷിൽ മെൻഷൻ ചെയ്യുന്നതെന്ന് ഇവിടെ താഴെ പോയിന്റ് ആക്കിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്, അതിനെപ്പറ്റി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 73, 74 ഭരണഘടനാ ഭേദഗതികളെ പറ്റി പറയുന്നുണ്ട്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. 3-tier പഞ്ചായത്ത്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അഥവാ ജില്ലാ പഞ്ചായത്ത് അഥവാ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നിങ്ങനെയുള്ള ഒരു 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ഗ്രാമസഭകളെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ കാര്യങ്ങളെല്ലാം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയൊക്കെയുള്ള
സംവിധാനങ്ങളെയാണ്, ഓക്കെ, അങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളെയാണ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ ഹെഡിങ് ഒന്ന് നോക്കുക, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. അപ്പോൾ അതിൻ്റെ ബാക്കി അടുത്ത പേജിൽ പറയുന്നു. The 73rd and 74th constitutional amendments were passed by the Parliament in 1992 and it led to the establishment of Panchayati Raj and Nagarpalika institutions in India. Okay. 1992 അല്ലേ, 1992 1992 1992 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ 1992 73 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം, ഓക്കെ, നമ്മുടെ പാർലമെന്റ് എന്ത് പാസ്സാക്കിയിട്ടുണ്ട്? പഞ്ചായത്തി രാജ് നിയമങ്ങൾ, അതേപോലെ നഗരപാലിക സംവിധാനങ്ങളൊക്കെ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി. ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി കൊണ്ടുവന്നു എന്നും പറയാം. ഓക്കെ, 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതികൾ, അത് പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ്? 1992 അതെന്തിനു കാരണമായി? ഇറ്റ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് നാഗർപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തി രാജ് അതേപോലെ നഗരപാലിക സംവിധാനങ്ങളൊക്കെ നിലവിൽ വരുന്നതിന് അത് കാരണമായി. 1992 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അമെൻമെന്റ്സ് ഏതൊക്കെയാണ്? അത് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ആണ്. അത് ഏത് വർഷമാണ്? 1992 ശ്രദ്ധിക്കുക. ഓക്കെ, 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 1992 അത് പാസ് ചെയ്തത്. അത് എന്തിനു കാരണമായി? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് നാഗർപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. Okay, a new 3-tier system of Grama Panchayat, Block Panchayat and District Panchayat started functioning in India. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു ഭരണക്രമം, ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ടു. എ ന്യൂ 3-tier സിസ്റ്റം. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഈ 3-tier സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് നമ്മൾ മലയാളം 3-tier എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ 3 ചക്രം എന്ന് വിചാരിച്ചു പോകേണ്ട, ആ ടയർ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 3-tier സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു 3 ലെവൽ, 3 തലങ്ങളിലായി കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നു. അതാണ് ഗ്രാമപഞ്ചായത്ത്, കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നുകൊണ്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്നുകൊണ്ടുള്ള ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു. സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ ഇന്ത്യ. This was the beginning of decentralized planning in India during the 9th 5-year plan. Okay, 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഈ ഒരു മാറ്റം, ഓക്കെ, ഈ ഒരു സംവിധാനം അതെന്തിനു കാരണമായി? നമ്മുടെ രാജ്യത്ത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ ഒരു തുടക്കമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നു. ഈ ഒരു ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നിങ്ങനെയുള്ള ഈ ഒരു 3-tier സിസ്റ്റം നിലവിൽ വന്നതിനെ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നു? as a beginning of decentralized planning in India. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ, വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഒരു ആരംഭമായിട്ട്, ഒരു തുടക്കമായിട്ട് നമ്മൾ ഈ ഒരു 3-tier സിസ്റ്റത്തെ കണക്കാക്കുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്? ഡ്യൂറിങ് ദി 9th 5-year plan. ഓക്കെ, ദിസ് വാസ് ദി ബിഗിനിങ് ഓഫ് decentralized planning in India during 9th 5-year plan. 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഒരു സംഭവം നിലവിൽ വരുന്നത്. The system of centralized planning which prevailed till then gave way to decentralized planning. അതായത് അത്രയും കാലം ഈ ഒരു പീരീഡ് വരെ 1992 ഈ ഒരു പീരീഡ് വരെ നമ്മൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, കേന്ദ്രീകൃത ആസൂത്രണം, സെൻട്രലൈസ്ഡ് പ്ലാനിങ്. എന്നാൽ ഈ ഒരു ഭേദഗതിയോടുകൂടി 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സോട് കൂടി അതെന്തായി മാറി? ദി കൺസെപ്റ്റ് ഓഫ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് വാസ് റീപ്ലേസ്ഡ് ബൈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഓക്കെ, കേന്ദ്രീകൃത ആസൂത്രണത്തിന് പകരം വികേന്ദ്രീകൃത ആസൂത്രണമായിട്ട് മാറി. സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് പകരം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആയിട്ട് മാറി. ദി ന്യൂ സിസ്റ്റം എനേബിൾഡ് ദി 3-tier panchayats to make use their authority and economic resources for local development. ശ്രദ്ധിക്കണേ, അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കൊണ്ടുള്ള നേട്ടം എന്താണ്? ദി ന്യൂ സിസ്റ്റം എനേബിൾഡ് ദി 3-tier panchayats
ഏതാ 3 ടയർ പഞ്ചായത്ത്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതേപോലെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അഥവാ ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങൾക്ക്, അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അതേപോലെ ജില്ലാ പഞ്ചായത്തുകൾക്കുമൊക്കെ എന്തിനുള്ള ഒരു പ്രത്യേക അധികാരം കിട്ടി? പ്രത്യേക അധികാരവും അതേപോലെ പിന്നെ അവരുടെ എന്താ പറയാ, ഒന്നുകൂടി നമുക്ക് സെൻസ് നോക്കുകയാണെങ്കിൽ, ടു മേക്ക് യൂസ് ദയർ അതോറിറ്റി ആൻഡ് എക്കണോമിക് റിസോഴ്സസ് ഫോർ ലോക്കൽ ഡെവലപ്മെന്റ്. ഓരോ നാടിന്റെയും വികസനത്തിന് വേണ്ട പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാനും അവിടുത്തെ റിസോഴ്സ് ഒക്കെ ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു അധികാരം, അതിനുള്ള ഒരു അതോറിറ്റി, അതിനുള്ള ഒരു പവർ ആർക്ക് കിട്ടി? ഈ പറയുന്ന പഞ്ചായത്തുകൾക്ക്, ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ കിട്ടി. ഓക്കെ, വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ, ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെ അധികാരവും അതേപോലെ സാമ്പത്തിക വിഭവങ്ങളൊക്കെ സ്വന്തം നാടിന്റെ അഥവാ പ്രാദേശിക വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആർക്ക് സാധിച്ചു? ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഒക്കെ സാധിച്ചു. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തിക വിഭവങ്ങളും അതേപോലെ അധികാരവും ഒക്കെ സ്വന്തം നാടിന്റെ തന്നെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ സാധിച്ചു. എങ്ങനെ? ത്രൂ ദിസ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെ. ഓക്കെ, you may recall the working of gram panchayats. They have a significant role to play in decentralized planning. അതായത് വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമസഭകൾക്ക് മുഖ്യമായ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗ്രാമസഭകളെ പറ്റിയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ, മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളെ പറ്റി നിങ്ങൾ മുമ്പ് പഠിച്ചത് ഓർക്കുമല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ദേ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ദേ ഹാവ് എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് എന്തുണ്ട്? സിഗ്നിഫിക്കൻറ്റ് റോൾ ടു പ്ലേ ഇൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ, വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഒരു വലിയ പങ്ക്, ഒരു മേജർ റോൾ ആർക്കുണ്ട്? ഗ്രാമപഞ്ചായത്തുകൾക്ക് തീർച്ചയായിട്ടും വഹിക്കാൻ സാധിക്കും. ദി 3 ലെവൽസ് ഓഫ് പഞ്ചായത്ത്സ്, ദി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാവ് ദെയർ റോൾ ഇൻ അച്ചീവിംഗ് ലോക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് ഓരോ പ്രദേശത്തിന്റെയും ഡെവലപ്മെന്റ്, ഓരോ പ്രദേശത്തിന്റെയും വികസനം നേടണമെങ്കിൽ അല്ലെങ്കിൽ സാധ്യമാക്കുന്നതിൽ ഈ പറയുന്ന 3 പഞ്ചായത്തിനും, ഏതൊക്കെ പഞ്ചായത്ത്? ഈ ഒരു 3 ടയർ സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അല്ലെ, അഥവാ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഈ പറയുന്ന 3 ലെവലിലും, ഈ 3 ടയർ, ഈ ഒരു 3 പഞ്ചായത്തിനും എന്തുണ്ട്? ഓരോ ലൊക്കാലിറ്റിയുടെയും ഡെവലപ്മെന്റ്, ഓരോ പ്രദേശത്തിന്റെയും വികസനം സാധ്യമാക്കുന്നതിൽ വലിയ പങ്കുണ്ട്, തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട്. ഓക്കെ, See the flow chart given below. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, അവരുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് കാണിക്കുന്ന, എന്ന് വളരെ ചുരുക്കി മാത്രം കാണിക്കുന്ന ഒരു ടേബിൾ ഇവിടെ, ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെയും ഈ ഒരു 3 ടയർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പിന്നെ രണ്ട് പോയിന്റ് അവിടെ കൊടുത്തിട്ടുള്ളൂ, നമുക്ക് നോക്കാം. ദി ലോക്കൽ ഡെവലപ്മെന്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദി ഗ്രാമസഭാസ് അറ്റ് ദി വില്ലേജ് ലെവൽ. ഓക്കെ, അതായത് ഓരോ പ്രദേശത്തിന്റെയും, അതോ പ്രാദേശികമായിട്ടുള്ള വികസന ആവശ്യങ്ങളൊക്കെ വാർഡ് തലത്തിലുള്ള ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ രക്ഷിതാക്കൾ, പാരൻസ് ഒക്കെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഗ്രാമസഭകളിലൊക്കെ പങ്കെടുക്കാറുണ്ടാവും. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കുട്ടികളും അങ്ങനെയുള്ള ഗ്രാമസഭകളിൽ പാരൻസിന്റെ കൂടെ ഒരുപക്ഷെ പങ്കെടുക്കാൻ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ശ്രദ്ധിക്കുക, എന്താണ്? ദി ലോക്കൽ ഡെവലപ്മെന്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദി ഗ്രാമസഭാസ് അറ്റ് ദി വില്ലേജ് ലെവൽ. ഓക്കെ, അപ്പോൾ ഓരോ വില്ലേജ് തലത്തിലുമുള്ള അല്ലെങ്കിൽ ഓരോ വാർഡ് തലത്തിലുമുള്ള ഗ്രാമസഭകളിൽ ആ ഗ്രാമത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ പുരോഗതികൾ, എന്തൊക്കെ വികസനങ്ങളാണ് അവിടെ ആവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ആ ഗ്രാമസഭകളിൽ അവർ ചർച്ച ചെയ്യുന്നു. ഓക്കെ, പിന്നീട് ദി ഡിമാൻഡ്സ് ജനറേറ്റഡ് ആർ കമ്പൈൽഡ് ആൻഡ് പ്രസന്റഡ് ഇൻ ദി ഫോം ഓഫ് പ്ലാൻസ്. അങ്ങനെ അവർ അവരുടെ ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് അത് ഓരോ പ്രോജക്റ്റായോ ഒരു പദ്ധതിയായിട്ട്, ഒരു പ്ലാനായിട്ട്, ഒരു പദ്ധതിയായിട്ട് എന്ത് ചെയ്യുന്നു? പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കെ, സബ്മിറ്റ് ചെയ്യുന്നു. അതാണ് ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമായിട്ടും നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഓരോ പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്? തീരുമാനിച്ച്
അത് ഒരു പദ്ധതി തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുകയാണ്, ഗ്രാമപഞ്ചായത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം. ഗ്രാമപഞ്ചായത്തുകൾ, കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് എന്ത്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ ദി പ്രോജക്ട് സബ്മിറ്റഡ് ബൈ ദി പഞ്ചായത്ത്സ് ആർ ലിസ്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓൺ ദി ബേസിസ് ഓഫ് പ്രിഫറൻസ്. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇവിടെ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അവരുടെ പല ആവശ്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി എന്ത് ചെയ്യുന്നു, ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ആ ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു, ദി പ്രോജക്ട്സ് സബ്മിറ്റഡ് ബൈ പഞ്ചായത്ത്സ് ആർ ലിസ്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓൺ ദി ബേസിസ് ഓഫ് പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ പല ഗ്രാമപഞ്ചായത്തുകൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പല പദ്ധതികളും പ്ലാൻ ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രധാനപ്പെട്ട, നിർബന്ധമായിട്ടും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച്, അതൊരു പ്രിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നു, അടുത്ത ഘട്ടമായിട്ടുള്ള ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു, ജില്ലാ പഞ്ചായത്തിലേക്ക് അയക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി നോക്കാം. ദി പ്രോജക്ട്സ് സബ്മിറ്റഡ് ബൈ പഞ്ചായത്ത്സ് ആർ ലിസ്റ്റഡ്, അത് ലിസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ടു ദി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓൺ ദി ബേസിസ് ഓഫ് പ്രിഫറൻസ്. ഓക്കെ, മുൻഗണനാക്രമത്തിൽ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ തലത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് അവർ ഫോർവേഡ് ചെയ്യുന്നു. ഇനി ജില്ലാ പഞ്ചായത്തിൽ എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ദി പ്രോജക്ട്സ് സബ്മിറ്റഡ് ബൈ ബ്ലോക്ക് പഞ്ചായത്ത് ഈസ് എക്സാമിൻഡ് ബൈ ദി ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റി ടു ഗിവ് അപ്രൂവൽ. അതായത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച് അയച്ചിട്ടുള്ളതാണല്ലോ പല പദ്ധതികളും. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികൾ ജില്ലാ തലത്തിലുള്ള പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, അവയ്ക്ക് അപ്രൂവൽ നൽകുന്നു, അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നു. ഒന്നുകൂടി നോക്കാം. ദി പ്രോജക്ട്സ് സബ്മിറ്റഡ് ബൈ ദി ബ്ലോക്ക് പഞ്ചായത്ത് ഈസ് എക്സാമിൻഡ് ബൈ ദി ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റി ടു ഗിവ് അപ്രൂവൽ. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രോജക്റ്റുകൾക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു ജില്ലാ തലത്തിലുള്ള, ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് അതിന് വേണ്ട അപ്രൂവൽ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ദി പ്രോജക്ട്സ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. അങ്ങനെ അവർ അപ്രൂവൽ ഒക്കെ നൽകി സെലക്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ, പ്ലാൻസ് എന്ത് ചെയ്യുന്നു, will be handed over to the state planning board. അവസാനം എങ്ങോട്ട് കൈമാറുന്നു, സംസ്ഥാന ആസൂത്രണ ബോർഡിന്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഫോർവേഡ് ചെയ്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അപ്രൂവ് ചെയ്ത നല്ല പ്രോജക്റ്റുകൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. അതിന്റെ ഇംപ്ലിമെന്റേഷനും കാര്യങ്ങളൊക്കെ അവരാണ് പിന്നീട് ഫൈനലായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് എന്തൊക്കെ ചെയ്യുന്നു, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നീട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലായിട്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ന്യൂ ഫുഡ് സ്റ്റെപ്സ്. ഓക്കെ, ഹെഡിങ് എന്താണ്, ന്യൂ ഫുഡ് സ്റ്റെപ്സ്, അതായത് പുതിയ ചുവടുവയ്പ്പുകൾ എന്ന് പറയാം, പുതിയ ചുവടുവയ്പ്പുകൾ. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ചെറിയൊരു ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. ഞാനൊന്ന് സ്ക്രീൻ ഒന്നും കൂടി വലുതാക്കാം. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളിൽ ചെറിയൊരു റൈറ്റിംഗ് ഉണ്ട്, നീതി ആയോഗ്, NITI ക്യാപിറ്റൽ ആണ് അല്ലെ, നീതിന്ന് വായിക്കാം, നീതി ആയോഗ് എന്നാണ് ഇത് വായിക്കുക, നീതി ആയോഗ്. അതെന്താ ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ. ശരി, അപ്പോൾ ന്യൂ ഫുഡ് സ്റ്റെപ്സ്, പുതിയ ചുവടുവയ്പ്പുകൾ. എന്താണ് ഈ പുതിയ ചുവടുവയ്പ്പുകൾ? ഇപ്പൊ അത് കുറച്ച് പഴയതായി, 2015 കാര്യമാണ്, ഇപ്പൊ 2021. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. Central government have called off the working of the planning commission and replaced it with അതായത് പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തായിരുന്നു, അതായത് ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തു, ആ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റീപ്ലേസ് ചെയ്തു. പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആ ഒരു ബോഡി കംപ്ലീറ്റ് എന്ത് ചെയ്തു, അത് പിന്നെ ഒഴിവാക്കി പകരം വേറെ ഒന്ന് കൊണ്ടുവന്നു. ഓക്കെ, പേര് മാറ്റി എന്ന് പറഞ്ഞാലും തെറ്റില്ല, അങ്ങനെയും പറയാം.
നിലവിലുള്ള പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി പകരം ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. അതവിടെ പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഒന്നുകൂടി നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹാവ് കോൾഡ് ഓഫ് ദി വർക്കിംഗ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ദാറ്റ് ഈസ് നിതി ആയോഗ്. ഓക്കെ, ഈ നീതി ആയോഗിന്റെ ഫുൾ ഫോം ആണ്, ഈ നീതി എന്നതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അതാണ് നീതി. സോ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ഓക്കെ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു, അഥവാ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പകരം എന്ത് കൊണ്ടുവന്നു? നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. The Niti Aayog came into being on 1st January 2015. ആ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. PSC പരീക്ഷയിലൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണത്, അതിന്റെ ഡേറ്റ്, ഇതെന്നാ നിലവിൽ വന്നത് എന്നുള്ള ചോദ്യമൊക്കെ, അതുപോലെ പൊതുപരീക്ഷയിലൊക്കെ. സോ 1st January 2015, 2015 ജനുവരി 1 ഈ ഒരു നീതി ആയോഗ് നിലവിൽ വരുന്നത്. ദി ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ നെഹ്റുവിന്റെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ തന്നെയായിരുന്നു എന്തിന്റെയും അധ്യക്ഷൻ, എന്തിന്റെയും ചെയർമാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷന്റെയും ചെയർമാൻ പ്രൈം മിനിസ്റ്റർ തന്നെയായിരുന്നു. അപ്പൊ ആ പ്ലാനിംഗ് കമ്മീഷന്റെ പകരമാണ് എന്ത് വന്നത്? നീതി ആയോഗ് വന്നത്. അപ്പൊ അതിന്റെയും ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആരാണോ അദ്ദേഹമായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പോ നിലവിൽ ആരാണോ നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹമാണ് എന്ത്? ഈ നീതി ആയോഗിന്റെ ചെയർമാൻ. The governing council consists of all state chief ministers, lieutenant governors of union territories, and vice chairman nominated by the prime minister. Okay, അപ്പോൾ ഇതിൽ പ്രധാനമന്ത്രിയെ കൂടാണ്ട് പിന്നെ ആരൊക്കെയുണ്ട്? അതിന്റെ ഈ ഒരു ഗവേണിംഗ് കൗൺസിൽ, ഒരു ഭരണസമിതിയിൽ ആരൊക്കെയുണ്ട്? ഒന്നും കൂടി നോക്കാം. ദി ഗവേണിംഗ് കൗൺസിൽ, ഇതിന്റെ ഈ ഒരു ഭരണസമിതി ആരൊക്കെ അടങ്ങിയതാ? കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, എല്ലാ സംസ്ഥാനത്തിന്റെയും മുഖ്യമന്ത്രിമാരുണ്ട്. അതേപോലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രിയും അതേപോലെ യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് മുഖ്യമന്ത്രിയെല്ലാം ഉണ്ടാവും. അവിടെ ആരാ ഉണ്ടാവുക? ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ്, ലഫ്റ്റനന്റ് ഗവർണർമാർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറീസ് അവരും ഉണ്ട്. പിന്നെ the vice chairman nominated by prime minister. Okay, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ആരുണ്ടാവും? പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു വൈസ് ചെയർമാനും ഈ ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടാവും. ഓക്കെ, ഒന്നുകൂടി മാർക്ക് ചെയ്യാം. എ വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പിന്നെ അത് കൂടാതെ in addition to full members, there are 2 part-time members and 4 ex-officio members and a chief executive officer. ഈ പറഞ്ഞ ആളുകൾ കൂടാതെ പിന്നെ ആരൊക്കെയുണ്ട്? 2 part-time members, 4 ex-officio members and a chief executive officer. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ 2 പാർട്ട്-ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ 4 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 4 അനൗദ്യോഗിക അംഗങ്ങൾ അഥവാ മെമ്പേഴ്സ്. പിന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO എന്നൊക്കെ നമ്മൾ വലിയ കമ്പനികൾക്കൊക്കെ ഉണ്ടാവും, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എന്തിനുണ്ട്? നീതി ആയോഗിനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൂടാതെ പിന്നെ ആരൊക്കെയുണ്ട്? ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ സ്റ്റേറ്റിന്റെയും ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ യൂണിയൻ ടെറിട്ടറീസിന്റെയും ലഫ്റ്റനന്റ് ഗവർണേഴ്സ്, അതേപോലെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വൈസ് ചെയർമാൻ, 2 പാർട്ട്-ടൈം മെമ്പേഴ്സ്, 4 ex-officio members and a CEO, chief executive officer. The temporary members are selected from the leading universities and research institutions. Okay, ഇവിടെ പറയുന്നു താൽക്കാലിക അംഗങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വളരെ മികച്ച കഴിവുറ്റ ആളുകളെയാണ് താൽക്കാലിക മെമ്പേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുക. ദി പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ട്സ് 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആസ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, 4 ക്യാബിനറ്റ് മന്ത്രിമാരെ, 4 കേന്ദ്രമന്ത്രിമാരെയാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്യുക? അനൗദ്യോഗിക അംഗങ്ങളായിട്ട് തെരഞ്ഞെടുക്കുന്നത്.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിക്കുന്ന ആരെയാണ്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക ആരെയാണ്? 4 ക്യാബിനറ്റ് മന്ത്രിമാരെയാണ്, 4 കേന്ദ്ര മന്ത്രിമാരെയാണ്, 4 ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുക. ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു CEO ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹത്തെ നിയമിക്കുന്നതും ആരാണ്? അതും നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. ഓക്കെ, CEO is appointed by the prime minister. ഓക്കെ, ഇനി ഈ നീതി ആയോഗിന്റെ എയിംസ്, ലക്ഷ്യങ്ങൾ, അതാണ് ഏറ്റവും അവസാനത്തെ ഒരു കണ്ടന്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് എയിംസ് ഓഫ് നീതി ആയോഗ്, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ആ നീതി ആയോഗിന്റെ ഫുൾ ഫോം നോക്കുകയാണ്. എന്താണ് ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 1st January 2015 നിലവിൽ വന്നത് എന്നും ഓർക്കുക. 1st January 2015. ഓക്കെ, ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ ഒന്നുകൂടി നോക്കാം. ഇനി അതിന്റെ എയിംസിലേക്ക് പെട്ടെന്ന് കിടക്കാം. എയിംസ് ഓഫ് നീതി ആയോഗ്. ഒന്നാമത്തെ പോയിന്റ്, ടു ബ്രിങ് ഡൗൺ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടറിൽ അഥവാ വ്യാവസായിക സേവന മേഖലകളിലൊക്കെ സർക്കാരിന്റെ പങ്കാളിത്തം എന്ത് ചെയ്യുക? ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ, സർക്കാരിന്റെ പങ്കാളിത്തം ക്രമേണ കുറച്ചു കൊണ്ടുവരിക. അതായത് പ്രൈവറ്റ് സെക്ടറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നർത്ഥം. ഓക്കെ, ടു ബ്രിങ് ഡൗൺ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിലും സർവീസ് സെക്ടറിലും ഗവൺമെന്റിന്റെ റോള് കുറച്ചു കൊണ്ടുവരിക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, to improve agriculture production by practicing mixed farming. മിക്സഡ് ഫാമിങ്ങിലൂടെ അഥവാ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ, ഓക്കെ, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ, മിക്സഡ് ഫാമിങ്ങിലൂടെ എന്ത് ചെയ്യുക? കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കുറച്ചും കൂടി പുരോഗതി ഉണ്ടാക്കുക. ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷിക രംഗത്തെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യുക ബൈ പ്രാക്ടീസിങ് മിക്സഡ് ഫാമിംഗ്. മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്ന രീതിയിലൂടെ കാർഷിക രംഗത്ത് കൂടുതൽ പ്രൊഡക്ഷൻ സാധ്യമാക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ടു യൂട്ടിലൈസ് ദി സർവീസസ് ഓഫ് ദി ഡോമിനന്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, യൂട്ടിലൈസ് ദി സർവീസസ് ഓഫ് ദി ഡോമിനന്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ രാജ്യത്തുള്ള വളരെ പ്രബലമായിട്ടുള്ള ഈ ഒരു മിഡിൽ ക്ലാസ്സിന്, ഒരു മധ്യവർഗത്തെ നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്താം. യൂട്ടിലൈസ് ദി സർവീസസ് ഓഫ് ദി ഡോമിനന്റ് മിഡിൽ ക്ലാസ്. ഓക്കെ, വളരെ പ്രബലമായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് വിഭാഗത്തെ, ഒരു മധ്യവർഗത്തെ നമ്മുടെ രാജ്യത്തിന്റെ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഒരു സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ വേണ്ടിയിട്ട് അവരുടെ സേവനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താം. ദെൻ അടുത്ത പോയിന്റ്, ടു മേക്ക് യൂസ്, ഓക്കെ, to make use of the services of non-resident Indians for economic and technological growth. Okay, to make use of services of non-resident Indians. എന്താ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്? പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ, ഇന്ത്യയിൽ താമസിക്കാത്ത, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ, വിദേശികളുടെ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ സേവനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. To make use of the services of non-resident Indians for economic and technological growth. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് ലെഞ്ചനോളജിക്കൽ എന്നൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കൽ ഗ്രോത്ത് എന്നാണ്, ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്തിന് വേണ്ടി അഥവാ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ആരുടെ സർവീസസിനെ നമ്മൾ യൂസ് ചെയ്യുക? നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെ അഥവാ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ സേവനങ്ങൾ ഉപയോഗിക്കുക. Next one, to convert the cities into secure living centers using modern technology. അതായത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെ എന്ത് ചെയ്യുക? നഗരങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഓക്കെ, നമ്മുടെ സിറ്റീസിനൊക്കെ കൺവേർട്ട് ചെയ്യുക. എങ്ങനെ? ഇൻടു സെക്യൂർ ലിവിങ് സെന്റേഴ്സ്, വളരെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന താമസ കേന്ദ്രങ്ങളായിട്ട്, വാസകേന്ദ്രങ്ങളായിട്ട് നമ്മുടെ നഗരങ്ങളെ മാറ്റിയെടുക്കുക. എങ്ങനെ? ബൈ യൂസിങ് മോഡേൺ ടെക്നോളജി.
മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച്, ഓക്കെ, പുതിയ പുതിയ പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഗരങ്ങളെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന നല്ല കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നർത്ഥം. ആൻഡ് ദ ലാസ്റ്റ് വൺ, to equip the nation to face global transformation and market forces. To equip the nation, നമ്മുടെ രാജ്യത്തെ പ്രാപ്തരാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? To equip the nation to face global transformation and market forces. ആഗോള മാറ്റങ്ങളുടെയും അതേപോലെ മാർക്കറ്റ് ഫോഴ്സസ്, വിപണി ശക്തികളുടെയും ഒക്കെ ഇടപെടലുകളെ നേരിടാൻ, അവരോട് പൊരുതി നിൽക്കാൻ, മുട്ടി നിൽക്കാൻ, അവരെ നേരിടാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തരാക്കുക. ഓക്കെ, ആഗോള രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര രംഗത്ത്, വ്യവസായ രംഗത്ത്, അതുപോലെ എക്കണോമിക് ഫീൽഡിലും, അതേപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടും എല്ലാ ഫീൽഡിലും, സയന്റിഫിക് വേൾഡിലും ഒക്കെ എല്ലാ ഫീൽഡിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങളോടും അതേപോലെ മാർക്കറ്റ് ഫോഴ്സസ്, കമ്പോള ശക്തികളോടുമൊക്കെ പൊരുതി നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തരാക്കുക. അതാണ് നീതി ആയോഗിന്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറെ എയിംസ് ആണ് നീതി ആയോഗിനുള്ളത്. അപ്പോ ഒരു ആറ് പോയിന്റ്സ്, 6 എയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ എയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇവിടെ കാണാം നമ്മുടെ ചാപ്റ്റർ എന്തായി, സമ്മറിയാണ് ഇനി പറയുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പല പാർട്ടിലായിട്ട്, പല ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു സമ്മറി മാത്രമേ ഇവിടെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുന്നില്ല, പിന്നെ പറഞ്ഞ് ഈ വീഡിയോ ക്ലാസ് ഒന്നുകൂടി ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു യൂണിറ്റ് ഇവിടെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ യൂണിറ്റുമായിട്ട്, ഒരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്